നിങ്ങളിപ്പം കേൾക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡഡ് മെസ്സേജസ്. ഓക്കെ, വിച്ച് ഇസ് ദ മെസ്സേജ് ദാറ്റ് യു ഷുഡ് ഹിയർ റൈറ്റ് നൗ. ഇതാണ് വന്നിരിക്കുന്ന കാർഡ് കേട്ടോ. മൈൻഡ് യുവർ മങ്കി ബിസിനസ്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഓക്കെ, മങ്കി മൈൻഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് ചാടും. നമ്മൾ മലയാളത്തിൽ പറയും ഇക്കരെ നിൽക്കുമ്പം അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ. എന്നിങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തെ പറ്റിയിട്ട്, ഇപ്പോൾ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിരിക്കാം, ജോലി റിലേറ്റഡ് ആയിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, നിങ്ങൾ കൺഫ്യൂസ്ഡായി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കാതെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. മൈൻഡ് യുവർ മങ്കി ബിസിനസ്. അതേപോലെ ഇത് എന്തെങ്കിലുമുള്ള ചിന്തകളെ പറ്റിയിട്ടുമാകാം. ഓക്കെ, അതാണോ ശരി, ഇതാണോ ശരി, മറ്റേതാണോ ശരി. ഈവൻ സിമ്പിളായിട്ട് പറയാം, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഇന്ന് ഉച്ചയ്ക്ക് അത് കഴിക്കണോ, ഇത് കഴിക്കണോ, മറ്റേത് കഴിക്കണോ എന്നിങ്ങനെ ചാടി പോവാതെ ഫിക്സ് അറ്റ് എ പ്ലേസ്, ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക. ഒരു സ്ഥലത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോഴത്തേന് നിങ്ങളുടെ മൈൻഡ് ശാന്തമാകും, സ്റ്റില്ലാകും. ഇപ്പം കുളം കലങ്ങിക്കിടക്കുമ്പം അതിൻ്റെ അടിഭാഗം കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ ബിസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല, ക്ലിയർ ആകത്തില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ചാടി നടക്കാതെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക. അപ്പം എങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റും? അതിന് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും, ബ്രീത്തിങ് എക്സസൈസസ് ഹെൽപ്പ് ചെയ്യും, പാട്ട് പാടുന്നത് നല്ലതാണ്. ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ഒരു പാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ആ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. പക്ഷെ 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കാര്യങ്ങളിലേക്ക് ഓടാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് ഏതാണോ ആ ടെക്നിക്സ് യൂസ് ചെയ്യാം. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് ടെക്നിക്കാണ്. അതായത് നമ്മൾ വെറുതെ കണ്ണടച്ചിരുന്ന് ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ എനിക്കതൊരു കൗണ്ടുണ്ട്. ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൽ ബേസിക് കോഴ്സ് ചെയ്തപ്പോഴത്തേന് അവിടുന്ന് കിട്ടിയ കൗണ്ടാണ്. സോ ഇറ്റ്സ് ലൈക്ക് ബ്രീത്ത് ഇൻ 4 seconds, ബ്രീത്ത് ഇൻ ചെയ്യുക, ഹോൾഡ് ചെയ്യുക 2 seconds, ബ്രീത്ത് ഔട്ട് 6 seconds ആൻഡ് ദെൻ ഓൾസോ ഹോൾഡ്. ഓക്കെ, ഇത് എനിക്ക് പേഴ്സണലി ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഞാൻ വെറുതെ നിൽക്കുമ്പോഴും ഇങ്ങനെ വെറുതെ ബ്രീത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എ വണ്ടർഫുൾ ടെക്നിക് വിച്ച് ഐ ഹാവ് എക്സ്പീരിയൻസ് ഫ്രം മൈ ലൈഫ്. ഓക്കെ, അപ്പം മങ്കി മൈൻഡിനെ ശ്രദ്ധിച്ചു കൊള്ളുക. ഈ മങ്കി മൈൻഡിനെ മനസ്സിലാക്കി വേണം നിങ്ങൾ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കാനും ഓരോ വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക കേട്ടോ. ഓക്കെ, താങ്ക് യു.